ദാ ഒരു പിക്കിൾ കണ്ടില്ലേ? കൊതിയൂറും ഈ പിക്കിൾ രുചിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരം, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി മാംഗോ പിക്കിളാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ചെനച്ച മാങ്ങയാണ് വേണ്ടത്. ഒരു 750 ഗ്രാം മാങ്ങ കഴുകി തോൽ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളായി നമുക്ക് ആദ്യം ഒന്ന് നുറുക്കിയെടുക്കാം. കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു. ഇനി നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കിളിച്ചൂണ്ടൻ, മൂവാണ്ടൻ, തത്തച്ചൂണ്ടൻ അങ്ങനെയുള്ള മാങ്ങകളാണ് ഈ പിക്കിൾ തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. ഈ പിക്കിളിനെ മാങ്ങാത്തൊക്ക് എന്നും പറയും. പിന്നെ നാടൻ മാങ്ങകൾ, അധികം പുളിപ്പുള്ള മാങ്ങകളല്ല ഇതിന് ടേസ്റ്റ്. ഇതേപോലെയുള്ള മാങ്ങകളാണ് എപ്പോഴും ഇത് തയ്യാറാക്കാൻ നല്ലത്. മാങ്ങ നമ്മൾ അരച്ചു കഴിഞ്ഞു. പാനിലേക്ക് ഒരു 20 മില്ലി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. അരച്ചു വെച്ച മാങ്ങയെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒന്ന് ചെറുതായി ഒരു 5 മിനിറ്റ് ഒന്ന് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഈ ഒരു പിക്കിള് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയുമുള്ള ഭക്ഷണങ്ങളുടെ കൂടെ കഴിക്കാം. അതുപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പിക്കിൾ ഉണ്ടാക്കണം, എങ്ങനെയുണ്ടെന്നൊന്നുമുള്ള പേടിയേ വേണ്ട. ഈ മാങ്ങാക്കാലത്ത് ഇങ്ങനെ ഒരു പിക്കിൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം കേടുകൂടാതെയും ഇരിക്കും. ഒന്ന് വഴറ്റിക്കഴിഞ്ഞു. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വീണ്ടും ചെറിയ തീയിൽ വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം വേണം മറ്റ് ചേരുവകൾ ചേർക്കാൻ. 1/2 സ്പൂൺ കട്ടക്കായം ഇട്ട് കൊടുക്കാം. എപ്പോഴും അച്ചാർ തയ്യാറാക്കുമ്പോൾ പൊടിക്കായം ഇടുന്നതിനെക്കാട്ടി കട്ടക്കായം ഇട്ട് അത് അലിഞ്ഞ് അതിൽ ചേരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇതിൽ കിടന്ന് അലിഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് സംശയം തോന്നാം ഇത് അലിയുമോ എന്ന്. ഇനി ഇത് കുറേ സമയം എടുക്കും കേട്ടോ. 1/4 മണിക്കൂർ എടുക്കും ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോഴേക്കും അത് നന്നായി അലിഞ്ഞിട്ടുണ്ടാവും. നല്ലെണ്ണയിൽ കിടന്ന മാങ്ങ നന്നായി വെന്ത് കഴിഞ്ഞു. ഇത് അടിയിലൊന്നും പിടിക്കില്ല. മാങ്ങയുടെ അളവ് തന്നെ കുറഞ്ഞത് കണ്ടോ. നമ്മൾ മുമ്പേ ഇട്ടിരുന്നതിൽ കുറഞ്ഞു കഴിഞ്ഞു. നന്നായി വെന്ത് വന്നപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കുക. മധുരവും എരിവും പുളിയും ഒക്കെ ഉള്ളൊരു വെറൈറ്റി പിക്കിളാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അധികം എരിവ് വേണ്ടെന്നുള്ളതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ടുള്ളൂ. ഞാൻ 2 സ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ ചെറിയ തീയിൽ വെച്ച് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ചേരുവകളും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ. ശർക്കരയെല്ലാം നന്നായി അലിഞ്ഞ് മാങ്ങയുടെ ഒപ്പം ചേർന്ന് കഴിഞ്ഞു. ശർക്കരയും മുളക് പൊടിയും എല്ലാം നന്നായി ചേർന്ന് കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റും കൂടി ആയി കഴിയുമ്പോൾ നമ്മളുടെ സ്പെഷ്യൽ മാങ്ങ തൊക്കു പിക്കിൾ തയ്യാറായി കഴിയും. നമുക്ക് അതുവരെ കാത്തിരിക്കാം. അതേപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് നമ്മൾ മറ്റ് പണികളൊക്കെ ചെയ്യുമ്പോൾ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിയിലൊന്നും പിടിക്കില്ല. ഈ പിക്കിൾ പാകമായി എന്നറിയുന്നത് ഇതാ കണ്ടോ. എണ്ണ തെളിഞ്ഞു വരുന്നത് കണ്ടോ. നമ്മൾ മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ തെളിയുന്നത് പോലെ ഇതിൽ നിന്നും തെളിഞ്ഞു വരും. ആ ഒരു പാകത്തിൽ വേണം നമുക്കിത് തീ ഓഫ് ചെയ്യാൻ. ഇത് പാകമായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് ചേർക്കുകയാണ് വേണ്ടത്. 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. അത് ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് കടുകും 1 നുള്ളി ഉലുവയും ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കിയ ചേരുവ പിക്കിളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് ചേർത്തിളക്കി കഴിയുമ്പോൾ നമ്മളുടെ പിക്കിൾ തയ്യാറായി കഴിയും. അപ്പോൾ ഈ ഒരു പിക്കിൾ തയ്യാറാക്കി വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ആര് വന്നാലും ഏത് ഗസ്റ്റ് വന്നാലും പേടിക്കേണ്ട, ധൈര്യമായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യാം. രുചികരമായ ഒരു പിക്കിൾ നമുക്ക് അവർക്ക് സന്തോഷമായി കൊടുക്കുകയും ചെയ്യാം. എല്ലാവരും ഈ പിക്കിൾ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക്